സ്വാഗതം. അപ്പോഴേ ഒരു മേക്കപ്പ് വീഡിയോയാണ് ഒരു യാത്രാ വീഡിയോയാണ് കേട്ടോ. പോണ സ്ഥലമൊക്കെ പറയാം. അപ്പോൾ ഒന്ന് മേക്കപ്പ് ചെയ്യുകയാണ്. മേക്കപ്പ് സെക്ഷനിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തനിയെ തന്നെയാണ് എൻ്റെ മേക്കപ്പ് എല്ലാം. ആരും ചെയ്തു തരുന്നതൊന്നുമല്ല. എല്ലാവരും ഇപ്പോൾ പറയേ ആരാ അത് ഇത് വരച്ചു തന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി എൻ്റെ എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് കാണിക്കാം. ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, ടാറ്റാ, ഹായ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. യാത്ര ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. അപ്പോൾ പോകാൻ എനിക്ക് നിൽക്കുകയാണ്. ഇവരെ കാണത്തില്ല രണ്ടുപേരെ. ഓക്കെ, അപ്പോൾ പോയിട്ട് കാണിക്കാം. ദൂരെ കൊണ്ടുപോയാൽ ഉറക്ക പറയണം ഞാൻ. മതി. ഹായ്, ഹലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. നമ്മൾ സ്ഥിരം പോവാത്തൊരിടത്തേക്കാണ് പോകുന്നത്. ആറ്റിങ്ങൽ കഴിഞ്ഞിട്ട് ഊരുപൊയ്ക ആണ് പോകുന്നത്. ഊരുപൊയ്ക പോകുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു കല്യാണ റിസപ്ഷനാണ് പോകുന്നത്. കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ കിളിമാനൂരാണ് എത്തിയത്. അപ്പോൾ നമുക്ക് പോകാം. എല്ലാവരും പുതിയ ചേച്ചി അമ്മ ബാക്കിലുണ്ട്. അപ്പോൾ ഇതാണ് കിളിമാനൂർ എന്നും കാണിക്കുന്നതാണ്. പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനാണ്. ഇതാണ് കിളിമാനൂർ, രാജാ രവിവർമ്മയുടെ നാട്. കിളിമാനൂരാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് വ്യത്യസ്തമായ വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, നമുക്ക് പോകാം. എല്ലാവരും വാ. ഈ ചൂട് സമയത്ത് യാത്രകൾ ഒഴിവാക്കണം എന്നാണ്. കടൽക്ഷോഭം എന്നൊക്കെ കേട്ടായിരുന്നോ? ഓ, കേട്ട്. കള്ളക്കടൽ കടലിന് ചൂട് കൂടുതലാണ്. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് മെയിൻ കാര്യം. ഇനിയിപ്പം മീനുകളിലൊക്കെ ഒരുപാട് കുറയും. അയലേ ചാളേ ഇല്ല, ഒരുപാട് ഐറ്റംസ് ഇല്ല. ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ചൂട് കാരണേ മീനുകളൊക്കെ ചൂടില്ലാത്ത മേഖലകളിലേക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മീൻ കഴിക്കുന്നതും ഡേഞ്ചറാന്നൊക്കെയാ കേട്ടത്. മീൻകറി ഇല്ലാത്ത ചോറിനെ പറ്റി ആലോചിക്കാൻ കൂടി പറ്റാത്ത ഞാൻ. മീനിന് വില കൂടി, മീൻ കിട്ടാതായപ്പോഴത്തേക്ക് ചിക്കന് വില കൂടുതലായി. ചിക്കൻ അല്ലെങ്കിലും വില കൂടുതലല്ലേ? വില കൂടുതലാണ്. പിന്നെ അതിന്റെ കൂടെ മീൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ പുറകിലിരിക്കുന്ന മീനെ പറ്റി എന്ത് പറയുന്നു? മീനില്ലാതെ പറ്റാത്ത രണ്ട് മനുഷ്യ വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരുമാണ്. മീനില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിശപ്പാണ്. ഒന്നും കഴിക്കാത്ത പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ്. ഒരു മീനിന്റെ മുള്ളെങ്കിലും വേണം. ഒരു ഉണക്ക പോലും അല്ല, മീൻ കറി തന്നെ വേണം. മീൻ കറി, പച്ച മീനിന്റെ മീൻ കറി. നമ്മളെയൊക്കെ വല്ല ഒരു തട്ടിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യും? എന്നെക്കാരും തട്ടിക്കൊണ്ട് പോകാനെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ചൂടും കള്ളക്കടലും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഇതാണിത് നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക്കിൻ്റെ നന്ദനയും. ഇവരുടെ കല്യാണത്തിനാണ് ഞാൻ പോയത്. ഇവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കല്യാണ ഫോട്ടോ ഒന്നും എൻ്റെ കിട്ടിയില്ല. അവരെ ഒന്നും എൻ്റെ അടുത്ത് കിട്ടിയില്ല. വന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അതുകൊണ്ട് പയ്യെ എൻ്റെ കുഞ്ഞിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് നമ്മളിങ്ങ് പിൻവാങ്ങി. രാജേഷിൻ്റെ ഫോട്ടോയും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്ക്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും അവരെ അനുഗ്രഹിക്കണം കേട്ടോ. അവർക്ക് ആശംസകൾ. പോയിട്ട് തിരിച്ചു വരികയാണേ. കല്യാണത്തിനാണ് പോയത്. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പോയപ്പോൾ മൊബൈൽ വണ്ടിയിലിട്ടിട്ട് പോയി. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
ചെറുക്കനെയും പെങ്കൊച്ചിനെയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കല്യാണ ചെറുക്കനെ പെണ്ണെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം, അത് ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാത്തതിൽ സോറി. അവിടുത്തെ വഴിയൊന്നും കറക്റ്റല്ല, നമ്മൾ ഇറങ്ങിപ്പോകുന്നേം കയറുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീൽ ചെയറിൽ നിന്ന് വീഴുമെന്നുള്ള പേടിയാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. അപ്പോൾ അതിനിടയ്ക്ക് ഇതും കൂടെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. ഞാൻ കല്യാണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്നത് കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഫ്ലോപ്പായിപ്പോയി. അങ്ങനെയാണ്. അറിയാമല്ലോ, കീർത്തി രാജേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആരാണെന്നും അറിയാം, എൻ്റെ ആരാണെന്നും അറിയാം. എല്ലാവർക്കും കീർത്തി രാജേഷിനെ അറിയാം. കീർത്തിയുടെയും രാജേഷിൻ്റെയും കുടുംബത്തിലെ കല്യാണം, കീർത്തിയുടെ അനിയൻ അങ്ങള കണ്ണൻ്റെ കാർത്തിക്കിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ പോയത്, റിസപ്ഷനാണ് പോയത്. കല്യാണത്തിന് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ വിചാരിച്ച് വീട്ടിൽ പോവാം, വൈകിട്ട് പോവാം. അപ്പം തിരക്കിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ അവിടെ ചെന്നപ്പം തിരക്കായി. പെങ്കൊച്ചിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആളൊക്കെ വന്ന് നല്ല തിരക്കായി. പിന്നെ നമുക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. സോറി, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എന്താണ് വിശേഷങ്ങൾ? പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന വഴി തന്നെ. ഇനിയിപ്പോൾ വഴിയിലൊന്നും നമുക്ക് കൂടുതലൊന്നും കാണിക്കാനൊന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. നമുക്ക് വെറുതെ വീഡിയോ നീട്ടണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടൊന്നുമില്ല. വല്ലതും പറയാനുണ്ടോ? പോയി തിരിച്ചു വരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സന്ധ്യ ആവാറായി, നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുന്നു.